എഫ് സർക്കാരിനു വേണ്ടി ധനവകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന്റെ സാമൂഹ്യക്ഷേമം, വികസനം, പൊതുനയങ്ങൾ എന്നിവയിലെല്ലാമുള്ള തിരിച്ചു നടത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂമി, കാർഷിക, വ്യവസായ, ആരോഗ്യ മേഖലകൾ, തീരവും കടലും എന്നിങ്ങനെ എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് പണയപ്പെടുത്തുമെന്ന പ്രഖ്യാപനവും ബജറ്റിൽ മുഴങ്ങി കേൾക്കാവുന്നതാണ്. കഴിഞ്ഞ LDF സർക്കാരിന് വേണ്ടി അന്നത്തെ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ നിന്ന് വ്യക്തമായ വ്യതിയാനം ഇപ്പോഴത്തേതിൽ ദൃശ്യമാകുന്നുണ്ട്. വകുപ്പുകൾക്ക് അനുവദിച്ച വിഹിതത്തിലായാലും പ്രഖ്യാപിച്ച പ്രധാന പദ്ധതികൾ ഉപേക്ഷിച്ചതായാലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വേണ്ടെന്ന് വെച്ചതായാലും എല്ലാത്തിലും അത് പ്രകടമാണ്. സംസ്ഥാനത്തിന്റെ സാമൂഹ്യ വികസനത്തിന് പ്രമുഖ പങ്ക് വഹിക്കുന്ന കാർഷികാനുബന്ധ മേഖലകൾക്കുള്ള വിഹിതം 2071.95 കോടിയിൽ നിന്ന് 1534.98 കോടിയായി കുറച്ചിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പ് വിഹിതം 318.46 നിന്ന് 258.88 കോടി, മത്സ്യബന്ധനം, ഹാർബർ എഞ്ചിനീയറിംഗ് 239.12 നിന്ന് 200.93 കോടി, വനം വന്യജീവി വകുപ്പ് 288.6 നിന്ന് 243.8 കോടി എന്നിങ്ങനെയായി കുറച്ചു. സാമൂഹ്യ വികസനം, പഞ്ചായത്തുകൾ എന്നിവയുടെ വിഹിതം 1399.81 കോടിയിൽ നിന്ന് 1136.07 കോടിയായി കുറച്ചിരിക്കുന്നുവെന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രാദേശിക സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതിനു മാത്രമേ ഈ കുറവ് ഇടയാക്കുകയുള്ളൂ. വളരെ അപൂർവം ചിലതൊഴികെ എല്ലാ വകുപ്പുകളുടെയും സ്ഥിതി ഇതുതന്നെ. ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഇടപെടേണ്ട വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും വകുപ്പിനുള്ള വിഹിതം 2500.31 നിന്ന് 2076 കോടിയാക്കുകയും ചെയ്തു. മുൻ സർക്കാരിന്റെ കാലത്ത് അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് സൃഷ്ടിച്ചതെന്ന ആഖ്യാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവതരിപ്പിച്ച ധവളപത്രത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം പൊളിഞ്ഞുപോയിരുന്നു. എങ്കിലും അത് മുന്നോട്ട് വെച്ച സ്വകാര്യവൽക്കരണം ദ്രുതവേഗത്തിൽ നടപ്പിലാക്കുമെന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ബജറ്റിൽ മുഴച്ചു നിൽക്കുന്നുണ്ട്. ഭൂപരിഷ്കരണ നിയമം 2 എന്ന പേരിലുള്ള പൊളിച്ചെഴുത്ത്, മിഷൻ സമുദ്ര, കേരള മാരിടൈം പോളിസി, സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഇതിന്റെ തെളിവുകളിൽ ചിലതാണ്. കേരളത്തിന്റെ പൊതുമേഖലാ വികസനത്തിനും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കും ഭൂലഭ്യത ഉറപ്പാക്കുകയല്ല, സ്വകാര്യ സംരംഭകർക്ക് വ്യവസായ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുക എന്നതാണ് ഭൂപരിഷ്കരണം 2ന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ പദ്ധതി വിഹിതത്തിലുള്ള കുറവ് നാം പൊതുജനാരോഗ്യ രംഗത്ത് കൈവരിച്ച മികവുകളെ പിറകോട്ട് നയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിലൂടെ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി ലോബിക്ക് കൊള്ളയ്ക്കുള്ള കൂടുതൽ അവസരങ്ങൾ തുറന്നുകൊടുക്കുക കൂടിയാണ്. ഇൻവെസ്റ്റ് കേരള, ബ്ലൂ ഇക്കോണമി തുടങ്ങിയ പ്രഖ്യാപനങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നത് സ്വകാര്യവൽക്കരണ ത്വര തന്നെയാണ്. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും സ്വകാര്യവൽക്കരണത്തിന്റെ വീര്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങളെയും ജീവിത നിലവാര സൂചികകളെയും ലോകോത്തരമാക്കുന്നതിന് നിദാനമായ ജീവൽ പ്രധാന പദ്ധതികളെ കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്തിരിക്കുന്നു. വീടില്ലാത്തവർക്ക് കിടപ്പാടം നൽകിക്കൊണ്ടിരുന്ന ലൈഫ് പദ്ധതി, അതിദാരിദ്ര്യമുക്ത കേരളത്തിന്റെ 2ാം ഘട്ടമായുള്ള കേവല ദാരിദ്ര്യമുക്തി, സ്ത്രീ സുരക്ഷാ പദ്ധതി, കണക്ട് ലൈഫ് എന്നിവ വേണ്ടെന്ന് വെച്ച് സാധാരണക്കാരെയും വനിതാ യുവജനങ്ങളെയും ഉപേക്ഷിച്ച ബജറ്റിൽ ന്യൂനപക്ഷ ക്ഷേമത്തിനുള്ള വിഹിതം 94.69 നിന്ന് 77.91 കോടിയായി കുറയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസം, നീറ്റിവിറ്റി കാർഡ് എന്നിവയെക്കുറിച്ചും പരാമർശങ്ങളില്ല. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ ബജറ്റ് വിഹിതം അവയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കകൾ അവശേഷിപ്പിക്കുന്നു. കാരുണ്യ പദ്ധതിക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ച മുൻ സർക്കാരിന്റെ ബജറ്റിൽ 50 കോടിയാണ് നീക്കിവെച്ചത്. എന്നാൽ എല്ലാ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് എന്ന പേരിൽ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി വിഹിതം 10 കോടി രൂപ മാത്രമാണ്. ഈ ഗ്യാരണ്ടിയിലെ മറ്റൊരിനം വയോജന വകുപ്പാണ്. മുൻ സർക്കാർ വയോജനക്ഷേമത്തിനു വിവിധ വകുപ്പുകളിലൂടെ നടപ്പിലാക്കിയ പദ്ധതികൾക്ക് നീക്കിവെച്ച വിഹിതവുമായി താരതമ്യം ചെയ്താൽ പരിമിത വിഹിതമാണ് നീക്കിവെച്ചിരിക്കുന്നത്. വയോമിത്രം 27.5 കോടി, റിട്ടയർമെന്റ് ഹോം 30 കോടി, പ്രാദേശിക സന്നദ്ധ സേന 10 കോടി, വേതന സാന്ത്വന വയോജന പദ്ധതി 5 കോടി, വയോജന കമ്മീഷൻ 1/2 കോടി എന്നിങ്ങനെ തുക കഴിഞ്ഞ ബജറ്റിൽ വയോജന വിഭാഗത്തിനായി മാറ്റിവെച്ചിരുന്നു. ഇതിനു പുറമെ നേരത്തെ നിലവിലുണ്ടായിരുന്ന പദ്ധതികൾ തുടരുകയും ചെയ്തു. എന്നാൽ വകുപ്പായപ്പോൾ വയോജനങ്ങൾക്ക് ഇത്തവണയുള്ളത് 10 കോടി രൂപ മാത്രം. പ്രഖ്യാപിച്ച പല വിഷയങ്ങൾക്കും വിഹിതം നീക്കിവച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്.
അധ്യാപക ജീവനക്കാരോടും പെൻഷൻകാരോടും കടുത്ത വഞ്ചനയാണ് ബജറ്റ് കാട്ടിയിരിക്കുന്നത്. DA കുടിശ്ശിക മുഴുവൻ നടപ്പു വർഷം കൊടുത്തു തീർക്കുമെന്ന് മുൻ ബജറ്റ് പ്രഖ്യാപിച്ചിരുന്നതാണ്. അതേക്കുറിച്ച് മിണ്ടാതെ DA DR ആനുകൂല്യങ്ങൾ നൽകുമെന്നായി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെ മുൻ സർക്കാർ മുന്നോട്ട് വെച്ച ഉറപ്പായ പെൻഷൻ പദ്ധതി വെള്ളത്തിലാക്കുകയും ചെയ്തു. ഈ വിധത്തിൽ എല്ലാ മേഖലയിലും നിരാശയും കേരളത്തിന്റെ ഭാവി സംബന്ധിച്ച ആശങ്കകളും നൽകുന്നതാണ് UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നയങ്ങളിലും നടപടികളിലും BJP സർക്കാരിന്റെ അനിയൻ ബജറ്റ് എന്ന് വിളിക്കാവുന്നതുമാണ്.